നമുക്കിന്നൊരു പൂരം കാണാൻ പോയാലോ? അത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ ചാത്തങ്കോട്ടൂർ ക്ഷേത്രത്തിൽ പൂരം. ആനയുണ്ട്, കാളയുണ്ട്, ഭൂതങ്ങളുണ്ട്, കൊടയുണ്ട്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ന്യൂജൻ ഡപ്പം കുത്തും. ഇതെല്ലാം അടങ്ങിയ ഒരു മഹാപൂരം. ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനടുത്ത് തന്നെയുള്ള വേറൊരു ക്ഷേത്രത്തിൽ ആന വലം വെക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വലം വെച്ചതിന് ശേഷം ആന ചാത്തങ്കോട്ടൂർ ക്ഷേത്രത്തിലേക്ക് മടങ്ങും. അതാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പൂരം ഒന്ന് കാണാം അല്ലേ? ബുദ്ധിമുട്ടിയാണ്ട് അതിഥി തെരഞ്ഞെടുക്കണ്ടെങ്കിൽ കൗണ്ടറിൽ വന്ന് അന്വേഷിക്കണം കേട്ടോ. ചാവി കളഞ്ഞു കിട്ടീന്, വണ്ടീന്റെ ചാവി കളഞ്ഞു കിട്ടീന് കേട്ടോ. കൗണ്ടറിൽ വന്നാൽ തരാം. ഇതാണ് ചാത്തങ്കോട്ടൂർ ക്ഷേത്രം. അപ്പോൾ മറ്റു ക്ഷേത്രത്തിൽ നിന്ന് ആന വലം വെച്ചിട്ട് ഈ ക്ഷേത്രത്തിലെത്തി. ഇനി കൊട കയറിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ആനയും ഇതിൻ്റെ മുകളിലേക്ക് കയറും, ഈ ക്ഷേത്രത്തിലേക്ക് കയറും. അതാണ് അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. ആനയും പരിവാരങ്ങളിൽ അവിടെ താഴെ നിൽക്കുന്നുണ്ട്. ഇത് ഈ മുന്നിൽ കാണുന്നതാണ് കോമരം. അപ്പോൾ താഴെ നിന്ന് ചെണ്ടിയും മേളെല്ലാം കഴിഞ്ഞിട്ട് അവരിങ്ങനെ മുകളിലേക്ക് ക്ഷേത്രത്തിലേക്ക് കയറും. ഈ പൂരം എന്ന് വെച്ചാൽ ചെറിയൊരു ഗ്രാമത്തിൽ നടക്കുന്ന പൂരം. പക്ഷേങ്കിൽ അവിടെ വന്ന ആൾക്കാരെന്ന് വെച്ചാൽ പുറത്തു നിന്നൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ട്, കുറച്ച് ദൂര സ്ഥലത്തു നിന്നെല്ലാം. അതുകൊണ്ട് തന്നെ വൻ ജനപ്രവാഹം തന്നെയാണ് പൂരത്തിനുണ്ടായത്. ഇത് നോക്കിയേ, എന്ത് രസമായിട്ട് ആന ചെണ്ടമേളത്തിന് ആസ്വദിക്കുന്നു നോക്കിയേ, ചെവിയാട്ടിട്ട്. നല്ല രസമില്ലേ കാണാൻ?
പൂരത്തിനോടനുബന്ധിച്ച് തന്നെ ചന്തയും വലിയ തോതിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയൊരു ഏരിയയിൽ തന്നെ ഫുള്ള് ചന്തയും കാര്യങ്ങളും. ഇതെന്ന് വെച്ചാൽ ന്യൂ ജനറേഷൻ്റെ ഡപ്പാങ്കൂത്ത്, അതായത് 3 ടീമായിട്ട് ബാൻഡ് മേളവും പിന്നെ ഡാൻസും എല്ലായിട്ട് പരിപാടി വരുന്നത്. അതുകൂടാണ്ടാണ് ജനപ്രവാഹം എന്ന് പറയുന്നത്. ചെറിയൊരു ഗ്രാമത്തിൽ നടക്കുന്ന പരിപാടിയെന്ന് ആരും പറയില്ല. അത്രയും ജനപ്രവാഹമാണ് ആ ഒരു പൂരത്തിൻ്റെ ആ സമയത്ത് അവിടെ ഉണ്ടായ ആൾക്കാർ. ഇതാ കാണുന്നില്ലേ, സൂചി കുത്താൻ പോലും സ്ഥലമില്ല എന്നല്ല പറയില്ലേ. ഇതൊക്കെയാണ് സംഭവങ്ങൾ. എങ്ങനെയുണ്ട് ചാത്തങ്കോട്ടുപുരം പൂരം? ഇവിടെ പരിപാടിയിൽ ഉഷാറായിരുന്നു. ജനപങ്കാളിത്തമായാലും അവരുടെ നടത്തിപ്പായാലും എല്ലാം അടിപൊളി ഉഷാറാക്കി. എന്തായാലും അങ്ങനെ ഒരു മലപ്പുറം ജില്ലയിലെ ഒരു മഹാപൂരം അല്ലേ.